കാശ്മീരിൽ ഹിന്ദുക്കളെ അടിച്ചമർത്തിയപ്പോൾ മൗലാന മദനി എവിടെ പോയിരുന്നു? പരസ്യമായി ജിഹാദിന് ആഹ്വാനം നടത്തിയ ജമായത്തി ഉലമ ഇ ഹിന്ദ് ദേശീയ പ്രസിഡന്റായ മൗലാന മുഹമ്മദ് മദനിക്ക് എതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത്. ഇസ്ലാം പണ്ഡിതന്റെ വാ അടപ്പിക്കുന്ന ചോദ്യങ്ങളായിരുന്നു ഗവർണർ ചോദിച്ചതും. കാൺപൂരിൽ നടന്ന ഒരു പരിപാടിയിൽ ജിഹാദിന്റെ ഖുറാന്റെ നിർവചനം അടിച്ചമർത്തലിനും അനീതിക്കും എതിരെ തന്നെ നിലകൊള്ളുക എന്നതാണ് എന്ന് ഗവർണർ വ്യക്തമായി തന്നെ പ്രസ്താവിക്കുകയാണ് ചെയ്തത്. എന്നാൽ ദിയോബന്ദിലെ മദ്രസകളിൽ നേരെ വിപരീതമായ അർത്ഥമാണ് പഠിപ്പിക്കുന്നത് എന്നതാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. ഇതിലൂടെയാണ് ഇപ്പോൾ മൗലാനയ്ക്ക് വ്യക്തമായ മറുപടി അദ്ദേഹം നൽകിയത്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ വന്ദേ മാതരത്തിന്റെ ഉറുദു വിവർത്തനം പ്രമുഖ പുരോഹിതന്മാർക്ക് അയച്ചിരുന്നുവെന്നും ആരും ഒരു വാക്കിന് പോലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്കൃതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ മാത്രമാണ് എതിർപ്പിന് കാരണം. ഉറുദു വിവർത്തനം ചെയ്താൽ അത് അത്തരത്തിൽ അങ്ങനെ വായിച്ചാൽ ഒരു പ്രശ്നവും ഇവിടെ സംഭവിക്കില്ല. മദനിയുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാകട്ടെ മൗലാനയ്ക്ക് വലിയ രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായടപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഗവർണർ ഉത്തരം നൽകിയിരിക്കുന്നത്. അടിച്ചമർത്തലുകൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ ജിഹാദ് ഉണ്ടാകുമെന്ന് മൗലാന മദനി അടുത്തിടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസ്താവനയെക്കുറിച്ച് ഗവർണർ പരിഹാസപൂർവ്വം തന്നെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ജിഹാദിൽ മൗലാന സാഹിബ് ശരിക്കും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 1990-ൽ കാശ്മീരിൽ ഹിന്ദുക്കൾ ക്രൂരമായ അതിക്രമങ്ങൾക്ക് വിധേയരാക്കുകയും ഹിന്ദുക്കളെ കൊന്ന് അവിടെ ഓടിക്കാൻ വേണ്ടി പള്ളികളിൽ നിന്ന് ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകൾ വീട് വിട്ട് പോകേണ്ടി വരികയും ചെയ്തപ്പോൾ മൗലാന മദനി എന്തുകൊണ്ട് ജിഹാദ് ചെയ്യാൻ വന്നിരുന്നില്ല എന്നതായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവനയിലൂടെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത്. ദാറുൽ ഉലു ദിയാബന്ധുമായി തന്നെ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പാഠപുസ്തകങ്ങൾ ജിഹാദിനെ ശരീഅത്തിനെ എതിർക്കുന്നവർക്കെതിരായ പോരാട്ടം എന്നതാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് എന്നതും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ പാഠപുസ്തകങ്ങൾ മന്ത്രവാദം നടത്തുന്നതിനെ പോലും ന്യായീകരിക്കുന്നുണ്ട്. മുഴുവൻ ഖുറാനും അവിടെ പഠിപ്പിക്കുന്നില്ല. തിരഞ്ഞെടുക്കുന്ന വ്യാഖ്യാനങ്ങൾ മാത്രം അവിടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി തെറ്റായ വ്യാഖ്യാനത്തിലൂടെയാണ് കുട്ടികളിലേക്ക് അത് എത്തിക്കുന്നത് എന്നതാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. അടിച്ചമർത്തൽ ഉണ്ടായാൽ യുദ്ധമുണ്ടാകുമെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ വെല്ലുവിളി നടത്തുകയായിരുന്നു ഇസ്ലാം മതപണ്ഡിതൻ നടത്തിയതും. സാധാരണ ഭീകരവാദികൾ ഉപയോഗിക്കുന്ന വാക്കാണ് ജിഹാദ് എന്നത്. ഈയിടെ ഡൽഹിയിൽ ചാവേറായി കാർ സ്ഫോടനം നടത്തിയ ഫരീദാബാദിലെ അൽ ഫലാഖ് കോളേജിലെ ഡോക്ടറായ ഉമർ നബി താൻ ജിഹാദ് നടത്തുന്നുവെന്ന് സ്ഫോടനത്തിന് മുമ്പേ തന്നെ നടത്തിയ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സാധാരണ ഇസ്ലാമിക ഭീകരർ ഉപയോഗിക്കുന്ന വാക്കായിരുന്നു ഈ ഇസ്ലാമിക പണ്ഡിതൻ നടത്തിയതെന്നതിൽ വലിയ ആശങ്കയായിരുന്നു ഉയർന്നതും. വിശുദ്ധ യുദ്ധം എന്നതാണ് ഈ ഒരു അറബ് അല്ലെങ്കിൽ ഈ ഒരു വാക്കിന്റെ അറബ് പദമായി അല്ലെങ്കിൽ അർത്ഥമായി പറയുന്നത്. പൊതുവെ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്ന വാക്കുകൂടിയാണിത്. മതപരമായ ലക്ഷ്യം നേടാൻ ശത്രുക്കൾക്ക് നേരെ നടത്തുന്ന ആക്രമണ പ്രവർത്തനങ്ങൾക്കാണ് ജിഹാദ് എന്ന് സൂചിപ്പിക്കുന്നതും. ഒരു ഇസ്ലാമിക നേതാവാകട്ടെ പരസ്യമായി ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നത് ഇത് അപൂർവമായിരുന്നു. അതാണ് മുഹമ്മദ് മദനിയാകട്ടെ നടത്തിയത്. ഇവിടെയാകട്ടെ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ് നീതിന്യായ വ്യവസ്ഥയും സർക്കാരുമെന്നും വലിയൊരു രീതിയിൽ വിമർശനമായിരുന്നു മൗലാന ഉന്നയിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കുകയുമാണ് മുഹമ്മദ് മദനി ഈ ഒരു പ്രസ്താവനയിലൂടെ ചെയ്തിരിക്കുന്നതെന്നടക്കം BJP അടക്കം വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇത്തരത്തിൽ വലിയൊരു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.